ഇനി അർജുൻ എന്താ ചെയ്യാൻ പോകുന്നത്? സ്വാഭാവികമായും തുടർ നടപടികളുണ്ടാകും. ഇനിയും നിയമ നടപടികളിലേക്ക് നീങ്ങും. അർജുൻ ഈ സുഹൃത്തുക്കളെ കാണുന്നു. അവരോട് എന്താ അർജുനോട് ചോദിക്കേണ്ടത്? ഒരു എന്നാ പറഞ്ഞേ, എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ 2.5 കൊല്ലമായി ഞാൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ജയിലിൽ എൻ്റെ അപ്പൻ്റെ അമ്മന് കഷ്ടപ്പാട്, ആർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞുണ്ടാക്കിയത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? അർജുൻ അനിയത്തിയെ പോലെ കണ്ടിരുന്ന കുട്ടിയാണെന്നാണ് അർജുൻ പറയുന്നത്. ആ കുഞ്ഞിന്റെ ക്രൂരമായ കൊലപാതകം ഇനി എന്താണ് വേണ്ടതെന്നാണ് അർജുൻ്റെ ആവശ്യം. രണ്ടാമത് അന്വേഷിക്കേണ്ടതിന് ആർക്ക് വേണ്ടി ഇത് ചെയ്തു, ആര് ചെയ്തു, ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ കാണിച്ചു, ഇതിന്റെ പുറകെ എത്ര പേരുണ്ടെന്ന് വെളി പറഞ്ഞു. അർജുൻ നിരപരാധിയെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഇനി അപ്പീലുണ്ട്, തുടർ നടപടികൾ നേരിടണം. അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു. അർജുൻ അല്ലെങ്കിൽ ആരാണ് പ്രതി? അർജുൻ ആണെങ്കിൽ പ്രോസിക്യൂഷന് പിഴച്ചത് എവിടെയാണ്? ഈ അഭിമുഖം വിധിക്കാനായിരുന്നില്ല, ചില സംശയങ്ങൾ ചോദിക്കാനായിരുന്നു. പൊതുസമൂഹത്തിനും കോടതിക്കും ആ ചോദ്യങ്ങൾ സമർപ്പിക്കുന്നു. പ്രോസിക്യൂഷൻ കണ്ടെത്താതെ പോയത് എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഒരുപക്ഷെ വായിച്ചെടുക്കാൻ സാധിക്കും.